ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്, മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത്, നമ്മുടെ റോഡിൻ്റെ ആ ഭാഗത്തായിട്ടുള്ള സ്ഥലമായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നീലപ്പൂവ് പുറത്തേക്കായിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഞാൻ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ റോട്ടിൽ കൂടെ പോണവർക്കാണെങ്കിലും ഒരു നല്ല കാഴ്ച എത്തിക്കോട്ടെ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നിറയെ കാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുല്ലാണെങ്കിൽ ഇങ്ങനെ ചിലതിങ്ങനെ പൊട്ടിച്ചാൽ കിട്ടൂല. ഈ ടൈലിട്ടേക്കണോണ്ട് തന്നെ അതിൻ്റെ ഇടയിലേക്ക് വേര് പോയിട്ടുള്ള പുല്ലുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തൂമ്പയൊക്കെ ആയിട്ട് വന്ന് അതിങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട്. കുറേ കൈവച്ച് പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെത്തിയിട്ട് കിട്ടാത്തതും. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ എന്നെക്കൊണ്ട് പറ്റണതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊന്നും ഇനിയും കിട്ടാത്തതായിട്ട് ആഴ്ന്നു പോയിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും നിറയെ വൃത്തികേടായിട്ടുണ്ടായി. ആളുകൾ നടന്നു പോണ വഴിയാണല്ലോ, കുട്ടികളും പല ടൈപ്പ് ആളുകൾ നടന്നു പോണ വഴി. അതുകൊണ്ട് തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇവിടെയൊക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ പുല്ലൊക്കെ, ചില സ്ഥലത്ത് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെടിയല്ല, ഒരു മരുന്നാണ്. അതൊരു വെട്ടടം എന്ന് പറയണത്. ആ ചെടി എവിടെ കണ്ടാലും എനിക്കത് ഇങ്ങനെ ഒടിച്ചു കളയാൻ തോന്നില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ആ ഇലകൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഞാനതിനവിടെ നിർത്തിയേക്കാണ്. ഇനി ഇത് സൂചി കൊണ്ട് എടുക്കേണ്ടത്, തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞാനത് ഒടിച്ചു കളയും. എനിക്ക് അങ്ങനത്തെയൊക്കെ ചില വട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊട്ട നിറയെ കരിയിലയും പുല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. അതൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് കളഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഒന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴാണ് വീണിതെല്ലോ കിടക്കുന്നു ഭൂമിയിൽ എന്നും പറഞ്ഞ് എൻ്റെ വാഴക്കൊല ഒടിഞ്ഞ് അടി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഒച്ചയായിട്ട് നോക്കിയപ്പോൾ അതേ നമ്മുടെ വാഴ അങ്ങനെ തന്നെ വട്ടം ഒടിഞ്ഞു പോയിട്ടാണ്. ഇതാണെങ്കിൽ ഒരു പരുവായിട്ടില്ല, മൂത്തിട്ടില്ല. നമുക്ക് ഇനി ഇത് പഴുക്കൊന്നുമില്ല എന്തായാലും. നമുക്കാണെങ്കിൽ കറി വയ്ക്കാനുള്ള പാകവും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാളാണെങ്കിൽ വെയിൽ കായാൻ വന്ന ടൈമായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ടൊരു ബെഡൊക്കെ കണ്ടെത്തി അവിടെ കയറി ഇരിപ്പുണ്ട്. സദ്യക്ക് ഇലയിട്ടിട്ട് സദ്യ വിളമ്പിയ പോലെയാണ് ആളുടെ ഇരിപ്പുണ്ട് കഴിഞ്ഞാൽ. വെയിലും കൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അതൊക്കെ കുറച്ച് സമയം നോക്കി. പിന്നെ ഇതാണെങ്കിൽ ഇവിടെ അടുത്ത് കുടുംബശ്രീയിലെ എല്ലാവരും കൂടിയിട്ട് അവർ ചിപ്സ് ഉണ്ടാക്കിയത് ആട്ടോ. അപ്പോൾ അതിൻ്റെ കായിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് തന്നതാണ്. എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുത്തു. തോരൻ വയ്ക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയി തന്നേട്ടോ. അപ്പോൾ അത് നമുക്കും കൊണ്ടുപോയി തന്നതാണ്. അന്ന് പിന്നെ ഇന്ന് അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കറി ഉണ്ടാക്കാൻ ഇറങ്ങിയത്. അപ്പോൾ പരിപ്പിട്ടിട്ടാട്ടോ കറി വയ്ക്കണത്. അപ്പോൾ ഈ കറി തന്നെ ചെറുപയർ ചേർത്തിട്ടും വയ്ക്കാം, രണ്ടും ടേസ്റ്റിയാണ്. ഇന്നിപ്പോൾ ഞാൻ പരിപ്പിട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആ കായിൻ്റെ തോലൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഈ പൊടിയൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും, ഉള്ളും പുറമൊക്കെ നല്ല പോലെ ക്ലീനാക്കി ഇട്ടിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടതാണ്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു രണ്ടല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, കാന്താരിമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ജീരകവും കാന്താരിയും ഉള്ളിയൊക്കെ കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം. കായും പരിപ്പും കൂടി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെയാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഞാൻ കായ വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞൾ ഇട്ടിട്ടില്ല. പിന്നെ കായൊക്കെ കായിൻ്റെ തോല് റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പരിപ്പും കായിൻ്റെ തോലും വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തു. പിന്നെ വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കാന്താരിമുളകിന് നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് തന്നെ വറ്റൽമുളക് വേറെ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ കുക്കറിൽ, അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, നല്ല നാടൻ കറി കേട്ടോ. ഇത് നമുക്ക് കറിയായിട്ടും കഴിക്കാം. ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഉപ്പേരി പോലെ നമുക്ക് ചായയുടെ കൂടെ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഊണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ആ വേവിച്ചത് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കായിൻ്റെ തോല് വെച്ചിട്ട് വെറുതെ തോരനൊക്കെ വയ്ക്കും കേട്ടോ. അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റി ആവുന്നത് ഇങ്ങനെ പരിപ്പോ പയറൊക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കരുത്, ഒരു തരിതരിപ്പോടു കൂടി തന്നെ വേണം, ഒന്ന് കടിക്കാനുള്ള പാകത്തിന് ആ രീതിയിലാട്ടോ അരച്ചെടുത്തേക്കണത്. അവിയലിൻ്റെ പാകമല്ല, അതിനേക്കാളും കുറച്ചുകൂടി അരയണം, എന്നാൽ തീരെ അരഞ്ഞു പോവാത്തൊരു പാകം. ആ രീതിക്ക് അരയ്ക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ അരപ്പും കൂടി കൂട്ടിയിട്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഇറക്കണതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് വേപ്പില ഇട്ട് കൊടുക്കാം.
പിന്നെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറ്റബോധമാണല്ലോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചെയ്ത് ഇനിയും കൂടി ഒഴിക്കുമ്പോൾ അത് ആർഭാടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒഴിച്ചിട്ടില്ല കേട്ടോ. അമാതിരത്തെ വിലയാണ് വെളിച്ചെണ്ണയ്ക്ക്. പിന്നെ നമ്മൾ തേങ്ങ വെച്ചിട്ടാണുള്ളത് ചെയ്തേക്കണത്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുത്തായിരുന്നു കേട്ടോ, നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി. അത് തേങ്ങ അരച്ചിട്ട് തന്നെ കാന്താരിമുളകും ഉപ്പുമാങ്ങയും ഒരു ഉള്ളിയും ചേർത്തിട്ട് അരച്ചെടുത്തതാണ്, വേപ്പില. അപ്പോൾ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുഞ്ഞൻമത്തി ഉണ്ടായി, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അതും ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പേരക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. എന്നാൽ അതൊന്ന് കഴുകി കഴിക്കാമെന്ന് വിചാരിച്ച് പേരക്കയൊക്കെ നന്നായിട്ട് കഴുകി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പേരക്ക വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത്, സാധാരണ നമ്മൾ വാങ്ങണ പേരക്കയുടെ അകത്ത് നല്ല കുരുവും ഒരു കൊഴുത്ത പോലെയാണല്ലോ പേരക്ക എന്ന് പറയുമ്പോൾ, അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് ഇനി പേരക്കയുടെ കുഴപ്പമാണോ അതോ ഇതിങ്ങനെ തന്നെ സീഡ്ലെസ് പേരക്കയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ മുറിച്ചത് വലുതായിരുന്നു. അത് മുറിച്ച പേരക്കയുടെ അകത്ത് ഒരു കുരു പോലും ഉണ്ടായില്ല കേട്ടോ. കുരുവേ ഉണ്ടായില്ല. കുരുവിൻ്റെ സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്തോ ഒരു അടയാളം പോലെ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇത് കഴിച്ചപ്പോഴാണെങ്കിൽ പേരക്കയുടെ ടേസ്റ്റും അല്ലായിരുന്നു, ഒരു സബർജില്ല് ആപ്പിളൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും സംഭവം എനിക്കിഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട്.